സുഖം. എത്ര നാളായി കണ്ടിട്ട്. കഴിഞ്ഞ ആഴ്ച വന്ന് സംസാരിച്ചൊക്കെ മറക്കാൻ നോക്കൂ. ഇമ്പോസിബിൾ. എനിക്ക് തോന്നിയ ഒരു കാര്യം, മലയാളികൾ ഇതുവരെ കതറിയാതെ ആട്ടം കാണുകയാണെന്ന് ഞാൻ പറയുള്ളൂ. വീഴണം നടക്കുന്നത് മലയാള സിനിമയിലാണ്, കണ്ടില്ലേ തന്നെ കണ്ടില്ലേ നോക്കുന്നു. അപ്പോൾ ശരി, ഒരു പോസിറ്റീവായിട്ട് ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം ഒരു കമ്മിറ്റി രൂപീകരിച്ചു. ഓക്കെ, അതെ, ഞാൻ പറയുന്നത് ഞാനൊരു മുഖ്യമന്ത്രിയാണ്, ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചു, നിങ്ങൾ എനിക്ക് റിപ്പോർട്ട് തന്നു. ഓക്കെ, എന്തിനുള്ള പുറപ്പാടാണ്ടോ നിങ്ങൾ പറയാണ് ചേട്ടാ അതിലേ പ്രമുഖ നടൻ പ്രമുഖ സംവിധായകനൊക്കെ ഉണ്ടോ, അതിന്റെ പേര് പറഞ്ഞാൽ നമുക്ക് മാനക്കേടാണേ, അതുകൊണ്ട് ചേട്ടത് പുറത്തു വിടണ്ട എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? മനസ്സിലായി. ഞാനൊരു മുഖ്യമന്ത്രിയാണെങ്കിൽ സാധാരണഗതിയിൽ എന്താണ് നിങ്ങളോട് പറയാം? നിങ്ങൾക്ക് ഞാൻ 1 കോടി 6 ലക്ഷം തന്നല്ലോ, അല്ല നിങ്ങൾ വിസിറ്റ് ചെയ്തു ഒക്കെ ശരി, നിങ്ങൾ പണിയെടുത്താൽ മതി. അല്ല, ഇതൊരിക്കലും പുറത്തു വിടരുതെന്ന് എങ്ങനെ പറയാൻ പറ്റും? സർക്കാരിന്റെ പൈസക്ക് ടാക്സ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് പുറത്തു വിട്ടേ പറ്റൂ. അങ്ങനെ പറഞ്ഞു കൊടുക്കും സാറേ. പക്ഷേ അപ്പൊ 4.5 കൊല്ലം മുമ്പ് ഇത് വിടാം, മനസ്സിലാക്കണം. ആ ജസ്റ്റിസ് ഹേമ കമ്മീഷന് പകരം സന്തോഷ് പണ്ഡിറ്റിനെ ആയിരുന്നു ഇത് ഉൾപ്പെടുത്തിയത്. വെറുതെ ഒരു രസത്തിന് സങ്കല്പിക്കുന്നു. സന്തോഷം. ഞാൻ ആദ്യമായിട്ട് ആ മുഖ്യമന്ത്രിയോട് പറയുമായിരുന്നു, എനിക്ക് 3 പോലീസുകാർ കൂടെ തരണമെന്ന്. ക്രിമിനൽ ആക്ട് അല്ലേ നിങ്ങൾ അന്വേഷിക്കുന്നത്? ഞാൻ ബുദ്ധിയുടെ തലത്തിലാണ് ചോദിക്കുന്നത്. അല്ലെങ്കിൽ അവിടെ സെക്സ് റാക്കറ്റ് നടക്കുന്ന അവിടെ കുട്ടികൾ എന്തൊക്കെയാ പറഞ്ഞു, മയക്കുമരുന്ന് തന്നെ പിടിപ്പിച്ചു. ഇതിങ്ങനെ നമ്മളൊരു ജനറലി ആ മോളെ നിന്നെ പിടിപ്പിച്ചില്ലേ, എന്തൊക്കെയാ അവൻ തന്നെ മയക്കുമരുന്ന് പറഞ്ഞാൽ MDMA. ഓക്കെ, വെരി ഗുഡ്, MDMA എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എഴുതിയെടുക്കുകയാണോ വേണ്ടത്? അതും ശരിയാ. ഒരാളെ ഞാൻ അവരെ കുറ്റപ്പെടുത്തുകയല്ല, ചിലപ്പോൾ അത്രയൊന്നും അവർ ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഞാനാണ് അത് ചെയ്യുന്നെങ്കിൽ ഈ 3 പോലീസുകാരോട് ഞാൻ പറയും, ഉടനെ ഇത് റിപ്പോർട്ട് 4.5 കൊല്ലത്തിന് ശേഷം 50 കൊല്ലത്തിന് ശേഷം പുറത്തു വിടുന്നില്ല. ഇപ്പൊ ഇതിന് ടേക്ക് ആക്ഷൻ. പുലിയാണ് കേട്ടാ. പുലി എന്ന് പറഞ്ഞാൽ വെറും പുലിയല്ല, ഒരു സിംഹം. ഞാൻ പറഞ്ഞ തെറ്റുണ്ടോ? ഈ പരിപാടി കാണുന്ന ആരും ആലോചിക്കും അത് ശരിയാ, അതൊരു സൂപ്പർ സ്റ്റാറിന്റെ പേരാണല്ലോ, സൂപ്പർ സംവിധായകന്റെ പേരാണല്ലോ, പുറത്തു വന്ന നടന്റെ പ്രശ്നമല്ലേ? ഇങ്ങനെയാണോ നമ്മൾ? ഞാൻ സർക്കാരിനെ കുറ്റം പറയില്ല. പ്രമുഖരുടെ പേരുണ്ട്, അതുകൊണ്ട് വിട്ടില്ല. എന്നിട്ട് ഇപ്പൊ 4.5 കൊല്ലം കൊണ്ട് വിട്ടിട്ടും ആകാശിടിഞ്ഞ് വീണിട്ടില്ല. മാഫിയയിലേക്ക് വരാം. നമ്മൾ ഫസ്റ്റ് പറഞ്ഞ മാഫിയ. ഫസ്റ്റ് ഇവർക്കും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ പുറത്തു വന്നപ്പോൾ ഇതിലെ പേജെല്ലാം വായിക്കുമ്പോൾ ഓരോരുത്തർക്ക് ഒരു ഐഡിയ കിട്ടുകയാണ്. നമുക്ക് ഇന്ന് ഇത് വെച്ചൊരു ഗെയിം കളിക്കാം. സ്വന്തമായി ഈ മാഫിയകൾ എന്ത് ചെയ്യുന്നു? ഈ അവരെ വിഷയം സ്ത്രീകളൊന്നുമല്ല, അവർ പക്ഷെ സ്ത്രീകളെ മുന്നിൽ വെക്കുകയാണ്. കണ്ടോ, ആ സംഘടന ശരിയല്ല. ഈ രീതിയിലേക്ക് കഥ മാറ്റുന്നു. ഞാനതൊന്നും അറിയുന്നില്ലെന്നാണ് അതിന്റെ വിഭാഗം ആളുകൾക്ക് വേണ്ടത് ഈ 2 സംഘടനയെ വിഴുങ്ങുക എന്നുള്ളതാണ്. സ്ത്രീകൾക്ക് വേണ്ടത് അവരുടെ സുരക്ഷ. ചില നടന്മാർക്ക് വേണ്ടത് വ്യക്തിവൈരാഗ്യമാണ്. ഇവൻ എനിക്കിട്ട് പണിതവനാണ്, ഇനി ഇവനൊരു പണി ഞാൻ അങ്ങോട്ട് കൊടുക്കാം. കണ്ടോ, ആ സംഘടന ശരിയല്ല, എന്താ വേണ്ടത്? ആ സംഘടന എല്ലാം രാജിവെച്ചാൽ ഓ പ്രശ്നം തീർന്നു. അതെങ്ങനെയാണ് ഒരു സംഘടനയിൽ ആൾ രാജിവെച്ചാൽ പ്രശ്നം എങ്ങനെയാണ് തീരുന്നത്? കോർട്ടിൽ വെറും സ്ത്രീപീഡനം മാത്രമല്ല, അതിന് കഞ്ചാവിന്റെ കാര്യം പറയുന്നുണ്ട്. അതെന്താണ് ആരും ഒന്നും മിണ്ടാത്തത്? അതിന് മിണ്ടി തുടങ്ങും. ഞാൻ പറയുന്നു, ഇപ്പോൾ കാലാൾപ്പടയാണ് നടക്കുന്നത്. സംഭവം ഇയാളും ഭയങ്കര. ഇനി സൈന്യാധിപന്മാരുടെ ഒരു യുദ്ധത്തിലേക്ക് കഥ വരും. നേർക്ക് നേർ രാജാക്കന്മാർ യുദ്ധം വരുന്നതാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ. നല്ലതാണ്. അപ്പൊ വെറും ഈ സ്ത്രീ പീഡനം മാത്രമായിട്ട് ഈ കാര്യത്തെ കാണല്ലേ? അതാണ് എനിക്ക് മലയാളികളോട് പറയാനുള്ളത്. വെറും പറഞ്ഞു വന്നത് പതിരില്ലാത്തൊരു സത്യം. എന്താ വെച്ചാൽ മോഹൻലാൽ എന്ന നടനെ സ്ട്രേറ്റ് ആയിട്ട് ആക്രമിക്കാം. ഇത് ഞാൻ പറഞ്ഞത് ഇവിടുത്തെ വിഷയം ഇവർക്ക് സ്ത്രീകളെ അല്ല, ഇത് ആണുങ്ങളെ തമ്മിലുള്ള യുദ്ധമാണ്. പുറത്ത് കാണുമ്പോൾ പെണ്ണുങ്ങൾ വരുന്നതായിട്ട് തോന്നുകയാണ്. ഓരോരുത്തർ ഇനി അവനവന്റെ പവറാണ് യൂസ് ചെയ്യുന്നത്. തുടക്കം മുതലേ ഈ നടനെതിരെയാണ് കൂരമ്പുകൾ കൂടുതൽ വന്നത്. സത്യം പറഞ്ഞ ഉപജീവനം നടത്തേണ്ടവർ കള്ളം മാത്രം വിറ്റ് ജീവിക്കുന്നു. എനിക്ക് വിഷമം തോന്നിയൊരു കാര്യം, ഒരു ബന്ധുവില്ലാത്ത കേസിൽ പോലും ഒരു തമ്പ് അദ്ദേഹത്തിന് ഫോട്ടോ ഇടുന്നത് എന്താവശ്യത്തിന്? ഞാൻ തന്നോട് എന്ത് തെറ്റ് ചെയ്തോ? അതുവരെ മോഹൻലാൽ എന്ന നടനെതിരെ ഒരു പെൺകുട്ടി നേരിട്ട് വന്നിട്ടില്ല, അത്രയും നമുക്ക് പറയാം. പക്ഷേ എത്രയോ ഓൺലൈൻ ചാനലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു ഫോട്ടോ വെച്ചിട്ട് അല്ല ഒന്ന് ആലോചിച്ചു ഉൾപ്പെടെ യെസ്, അതെന്തിനാണ് ആ മനുഷ്യൻ്റെ അത് വെക്കുന്നത്? രാധിക എന്ന നടി പറഞ്ഞു, ഈ കാരവാനിലെല്ലാം ക്യാമറ വെക്കുന്നു. ന്യൂസിൽ പോലും ലാലേട്ടൻ്റെ ഒരു ഫോട്ടോ. വിഷമം തോന്നുകയാണ്. എന്നെ ലാലേട്ടൻ വിളിച്ചിരുന്നു, ഇനി അല്ല എന്താണ് സംഭവം, ഏത് ലൊക്കേഷനിലാണ് നടന്നു വെച്ച് വിളിച്ചു എന്നാണ് പറഞ്ഞത്. ന്യൂസും തന്നെയാണ്. പക്ഷേ കാരവാനിൽ ഒളിക്യാമറ എന്ന് പറഞ്ഞിട്ട് രാധികന്റെയും മോഹൻലാലിന്റെ ഫോട്ടോ കൊടുക്കുമ്പോൾ വെറുതെ എന്തിനാണ് ആ മനുഷ്യനെ ഇങ്ങനെ താക്കുന്നത്? അത് അപ്പൊ തോന്നിയ ഒരു ബുദ്ധിയല്ല, തെമ്മാടിത്തരം. ഇതാണ് നിന്റെയൊക്കെ സംസ്കാരം. ആളുകളും ഈ നടിമാരെയും ഒക്കെ ഒരു ദൈവഹിറ്റോ അങ്ങനെ കാണുന്നതുകൊണ്ടാണ് നമുക്ക് അല്ല ഇങ്ങനെ ഇഷ്യൂ വന്നപ്പോ എന്താ നമ്മളെ നടൻ പ്രതികരിക്കാഞ്ഞേ? ശരിയല്ലേ ഞാൻ പറഞ്ഞു? ഇവിടെയും വീഴണം ഇവിടെയും വീഴണം. പിന്നെ ഞങ്ങൾ പാവങ്ങൾ നിങ്ങൾക്കും പറഞ്ഞ് മലയാള സിനിമയെ തകർക്കല്ലേ എന്ന് പറയുന്നതിന് ഒരൊറ്റ ഉത്തരേ ഉള്ളൂ, അവർക്ക് കൊടുക്കുന്ന ബഹുമാനമല്ല ഇവിടുത്തെ ഒരു സൂപ്പർ സ്റ്റാറിന് ജനങ്ങൾ കൊടുക്കുന്നത്. അതിർത്തിയിൽ വെടിയുണ്ടകൾക്ക് മുന്നിൽ നെഞ്ചും പിരിച്ചു നിൽക്കുന്ന ഒരു സൈനികൻ, കടക്കണിയിൽ നിന്ന് പോലും
നമുക്ക് ധാന്യം വിളയിച്ചു തരുന്ന കർഷകൻ, ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന റോക്കറ്റ് വിക്ഷേപണം നടത്തുന്ന ശാസ്ത്രജ്ഞൻ. ഈ ശാസ്ത്രജ്ഞരൊക്കെ കാരണമാണ് ഒരു ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ രാജ്യത്തിനോടൊക്കെ ഒരു സ്നേഹം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇവിടെ കുറെ സൂപ്പർ സ്റ്റാറുകളിലുണ്ടല്ല. ഇവരെയൊക്കെ അല്ലേ ശരിക്കും നമ്മൾ ബഹുമാനിക്കേണ്ടത്? ഞാൻ ഇപ്പോഴും പ്രേക്ഷകരോട് ചോദിക്കുന്നു, നിങ്ങൾ ഈ സിനിമാ നടന്മാർക്ക് നടിമാർക്ക് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും ബഹുമാനം കൊടുക്കുന്നത്? ഇവരെന്ത് കോപ്പാണ് ചെയ്തിരിക്കുന്നത്? എന്റെ സ്വഭാവം അങ്ങനെ, ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും തോന്നു കൊള്ളും, അത് പലരും മനസ്സിലാക്കിയാ കൊള്ളാം. ഈ കണ്ടോണ്ടിരിക്കുന്ന ആളുകൾ സന്തോഷ് പണ്ഡിറ്റ് ഒരു സൂപ്പർ സ്റ്റാർ ആകാത്തതിന്റെ ഒരു വിഷമത്തിലാണ് ഇത് പറയുന്നത്. ഞാനിപ്പോ ഇത്രയും നേരം ഞാൻ പറഞ്ഞിട്ടും അതുകൊണ്ട് സന്തോഷ് പണ്ഡിറ്റ് കറക്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പറഞ്ഞിട്ടില്ല. ഇത്രയും നേരം ഞാൻ പറഞ്ഞ സന്തോഷ് പണ്ഡിറ്റിന്റെ ഇതിലൊന്നും പെടുന്നല്ല, സന്തോഷ് പണ്ഡിറ്റിന്റെ സിനിമ കാണണമെന്ന് ഞാൻ പറഞ്ഞു, ജനറലി പറയുന്നുള്ളൂ. ഞാൻ വേണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു സിനിമാക്കാർക്ക് നിങ്ങൾ ഓവർ ബഹുമാനം കൊടുക്കരുതെന്ന് പറയുമ്പോൾ ഇൻക്ലൂഡിങ് സന്തോഷ് പണ്ഡിറ്റാണ്. അല്ലാതെ ഞാൻ പറയണേ സന്തോഷ് പണ്ഡിറ്റ് അങ്ങനെയല്ല കേട്ടോ, ബാക്കിയുള്ളവർ ഇങ്ങനെയാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ല. ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. ലോകപ്രസിദ്ധനാ തനി രാവണൻ. മുൻകാലങ്ങളിൽ ഞാനുമായിട്ടൊക്കെ അവിടെ ഇവിടെയൊക്കെ വെറുതെ അനാവശ്യമായിട്ട് എന്തൊക്കെയോ പറഞ്ഞ് ഞാൻ ചർച്ചയിലൊക്കെ പ്രശ്നം ഉണ്ടാക്കിയ ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ഇത്ര സമയമായിട്ടും ആ വ്യക്തിക്കെതിരെ പറഞ്ഞിട്ടില്ല. അല്ല, എനിക്ക് വേണമെങ്കിൽ കിട്ടിയ ഒരു അവസരം ഉപയോഗിക്കാം. തങ്കപ്പെട്ട മനുഷ്യനാടാ, ഇവനെ പറ്റി തോന്നിയ ദിവസം പറഞ്ഞു. എന്റെ അറിവില്ലാന്ന് കുറവുണ്ട് അങ്ങനെ പറഞ്ഞു പോയതാണ്. കിട്ടിയാ ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു പോവാ.